ആരോപണങ്ങൾ ഉന്നയിച്ചവർ തന്നെ ഇന്നിപ്പോൾ തിരുത്തി പറയുന്നില്ലേ? ആരോപണങ്ങൾ എല്ലാവർക്കെതിരെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് അത് രാഷ്ട്രീയ കാലത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാരെക്കാളും അവരുടെ ഗ്രൂപ്പുകളെക്കാളും ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ അംഗീകരിക്കുകയും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തത് ഇടതുപക്ഷമാണ്. അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുമല്ലോ ആ മനുഷ്യൻ്റെ നന്മ. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെയാണ് ഈ നിൽക്കുന്ന മുഴുവൻ ജനങ്ങളും കാണാൻ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ജനക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ അവിടെ ഒരു സിനിമാ താരം എന്നുള്ള രീതിയിലല്ല, ഞാനൊരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ എന്നെ ഭരിച്ച നമ്മുടെ നാടിന് വികസനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഒരു നേതാവിൻ്റെ അന്ത്യയാത്രയ്ക്ക് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനാണ് ഞാൻ രാവിലെ 8 മണി മുതലൂടെ കാത്തിരിക്കുന്നത്. അദ്ദേഹമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധവുമില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഞങ്ങൾ ഭിന്നാഭിപ്രായക്കാരായിരിക്കാം. എന്നിരുന്നാൽ പോലും അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാർക്ക് ജനനായകനും കേരളക്കരയ്ക്ക് ജനസേവകനുമാണെന്ന് എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത്. ഒരു രാഷ്ട്രീയ നേതാവിന് പോലും സ്വന്തം മുഖ്യമന്ത്രി പദത്തിലിരുന്നിട്ട് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് തനിക്കെതിരെ വന്ന ആരോപണങ്ങൾ അന്വേഷിക്കാനും ആ അന്വേഷണ കമ്മീഷൻ്റെ പേപ്പർ വലിച്ചു കീറിക്കളയാം. ആ മനുഷ്യനോടുള്ള ആദരവാണ് ഞാൻ ഈ പൊരുവയിലത്ത് ഇവിടെ വന്ന് ഇത്രയും നേരം ഞാൻ കാത്തിരിക്കുന്നു. ഈ മനുഷ്യരോടൊപ്പം ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. എനിക്കിതിൽ രാഷ്ട്രീയമില്ല. ആ മനുഷ്യൻ്റെ സേവനമാണ്, രാജ്യത്തിന് വേണ്ടി നാടിനു വേണ്ടിയും ചെയ്ത നന്മകളാണ് ഇത്രയും മനുഷ്യരുടെ കൂടാനും കാണാനും കാത്തു നിൽക്കുന്നതാണ്. ഒരു ഫ്ലൈറ്റ് യാത്ര ഒരുമിച്ചൊക്കെ നടന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായ AK ആൻ്റണിയും കൂടെ ഉണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്ന് വന്നൊരു വിമാനത്തിൽ ഞാൻ കോഴിക്കോട് നിന്ന് കയറിയതാണ് തിരുവനന്തപുരത്തേക്ക്. അന്ന് കണ്ടു, സംസാരിച്ചു. അന്ന് മരിച്ചുപോയ കോടിയേരി ബാലകൃഷ്ണൻ സഖാവും ഉണ്ടായിരുന്നു ആ യാത്രയിൽ. അപ്പോൾ കുറേ നേരമൊക്കെ വർത്തമാനം പറഞ്ഞു. ഇത്രയും സൗമ്യനായ, സഹൃദയനായ, ലളിതമായി മനുഷ്യരെ ഇടപെടുന്ന ഒരു മുഖ്യമന്ത്രിയെയാണ് നമുക്കിപ്പോൾ കിട്ടാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്.